നിറയെ പൂക്കളുമായിട്ട് നല്ല പച്ചപ്പോടു കൂടി ചട്ടിയിൽ വളരുന്ന ഒരു റോസാ ചെടി കണ്ടോ. എനിക്ക് വളരെയധികം സന്തോഷമുള്ള തരുന്ന ഒരു റോസാ ചെടിയാണ് കേട്ടോ ഇത്. ഇതിനകത്ത് എപ്പോൾ നോക്കിയാലും പൂക്കളായിരിക്കും, വളരെ കുഞ്ഞു പൂക്കളാണ് കേട്ടോ. ഇത് ഞാൻ കോംബോ ഓഫറിൽ വാങ്ങിച്ചുകൊണ്ട് ഇത് ഈ റോസാ ചെടിയുടെ പേര് എന്താണെന്ന് എനിക്കറിയില്ല. നല്ല സുഗന്ധമൊക്കെയുള്ള നല്ല റോസാ ചെടിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന ചെമ്പനീർ പൂവില്ലേ, അതിൻ്റെ ചെറിയ വെറൈറ്റിയാണ്. കണ്ടോ, ഇലകൾക്കെല്ലാം വളരെ ചെറിയ ഇലകളാണ്, നല്ല പച്ചപ്പോടുകൂടി തന്നെ വളരണേ കേട്ടോ. ചില സമയങ്ങളിൽ കുലയായിട്ട് പൂക്കളുണ്ടാവും. ഒരു കുലയിൽ തന്നെ 6ഉം 7ഉം പൂക്കളൊക്കെ ഉണ്ടായി കിട്ടാറുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, ഒരു പൂവും ഒരു മൊട്ടുമായിട്ട് ഒരു കുലയിൽ നിൽക്കുന്നുണ്ടോ. ചില സമയത്ത് 6-7 പൂമൊട്ടുകൾ വരെ ഒരു കുലയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതാ എനിക്കിതിങ്ങനെ എല്ലാ കമ്പിലും പൂക്കളാണ് കേട്ടോ, എപ്പോൾ നോക്കിയാലും. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് ഈ ഒരു ചെടി ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതിന് ഞാൻ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യാറില്ല കേട്ടോ. വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികളുടെ വേസ്റ്റ്, മുട്ടത്തോട്, ചായച്ചണ്ടി എന്നിങ്ങനെയൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത്. ചിലപ്പോൾ അരി കഴുകിയ വെള്ളം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കൽ, അതൊക്കെ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാറുള്ളത്. അല്ലാതെ ഞാൻ പണം കൊടുത്തിട്ടൊന്നും ഒരു വളവും മേടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല ഇന്നവരെ. അപ്പോൾ ഇത് നന്നായിട്ട് പൂക്കളുണ്ട്. അപ്പോൾ കുലയായിട്ട് പൂക്കളുണ്ടാകുന്ന സമയത്ത് ഞാൻ അന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ആ കുലകളൊക്കെ തീർന്നു പോയി, ഇപ്പോൾ ഒറ്റയായിട്ടുള്ള പൂക്കളാണ് ഉണ്ടായി നിൽക്കുന്നത്. ഇത് കമ്പ് വെട്ടി നട്ടിട്ട് വേര് പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ച് നട്ടിട്ട് ഒരു 8 മാസത്തോളമായി കേട്ടോ. ഞാനത് റോസ് കോംബോ ഓഫറിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തേക്കൂടെ പോവാം. ഈ പൂവ് വിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഈ ചെടിയുടെ അടുത്തേക്കൂടെ പോയാൽ തന്നെ ഭയങ്കര സുഗന്ധമാണ് കേട്ടോ. പഴയ കാലത്ത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന ആ ചെമ്പനീർ പൂവുണ്ടല്ലോ, ആ പൂവിൻ്റെ അതേ സുഗന്ധമാണ് ഈ പൂവിനുള്ളത് കേട്ടോ.